ഭാരതീയ വിശ്വാസപ്രകാരം സർവ്വ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അക്ഷയ തൃതീയ. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ മാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിൻ്റെ 3-ാം നാളിൽ വരുന്ന അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. അന്ന് ദാനധർമ്മങ്ങൾ നടത്തുന്നതും പുണ്യമായി കരുതിവരുന്നു. അക്ഷയ തൃതീയ ജപഹോമ പിതൃതർപ്പണത്തിന് പറ്റിയ ദിവസമാണ് എന്നാണ് വിശ്വാസം. പുരാണത്തിൽ അക്ഷയ തൃതീയയെപ്പറ്റി നിരവധി പരാമർശങ്ങളുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ ജന്മദിനമായും ഈ ദിനം കണക്കാക്കുന്നു. ഭഗീരഥൻ തപസ് ചെയ്ത ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഒഴുക്കിയത് അക്ഷയ തൃതീയ ദിനത്തിലാണെന്നാണ് സങ്കല്പം. വേദവ്യാസനും ഗണപതി ഭഗവാനും ചേർന്ന മഹാഭാരതം എഴുതാൻ ആരംഭിച്ചതും ഈ ദിവസമാണെന്ന് കരുതപ്പെടുന്നു. ചിലർ ഈ ദിവസം ബലരാമ ജയന്തിയായി കണക്കാക്കുന്നു. അക്ഷയ തൃതീയ നാളിൽ ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യണമെന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത്. സർവപാപമോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും. മത്സ്യപുരാണത്തിലും അക്ഷയ തൃതീയയെപ്പറ്റി പരാമർശങ്ങളുണ്ട്. പരശുരാമൻ ജനിച്ചത് അക്ഷയ തൃതീയയാകയാൽ ആ ദിവസം പരശുരാമ രൂപമുണ്ടാക്കി പൂജിക്കുന്ന സമ്പ്രദായവും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുണ്ട്. പണ്ട് കേരളത്തിലെ നമ്പൂതിരി ഗൃഹങ്ങളിൽ അന്നേ ദിവസം വിധവകളായ അന്തർജനങ്ങൾ കുട, വടി, ചെരുപ്പ്, വിശറി, പണം തുടങ്ങിയവ ദാനം ചെയ്തിട്ടേ ജലപാനം ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ദിവസം പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ അക്ഷയ തൃതീയ ദിവസം വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. ജൈനമത വിശ്വാസികളും അക്ഷയ തൃതീയ ഒരു പുണ്യ ദിവസമായി കരുതുന്നു. അക്ഷയ തൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമാകയാൽ അക്ഷയ തൃതീയ എന്ന പേരുണ്ടായി എന്നാണ് കരുതുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണവും രത്നങ്ങളും വാങ്ങുന്നത് വിശിഷ്ടമാണെന്നാണ് കരുതപ്പെടുന്നത്. മുഹൂർത്തം നോക്കാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കുന്നതിന് പുണ്യ ദിവസമായതിനാൽ വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് ഭാരതത്തിൽ ഈ ദിവസം പ്രസിദ്ധമാണ്.